ഒരു കുമ്പളങ്ങൻ്റെ പകുതി, 4 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ ഇനി ഒരു ഇത്തിരി മുളക് പൊടി ഇടും എന്ന് വെച്ചാൽ ഒരു തുള്ളിയൊക്കെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കളറിന് വേണം. പക്ഷേ നമ്മൾ കുമ്പളങ്ങയല്ലേ ഉണ്ടാക്കണേ. ഇത്തിരി വെള്ളം ഒഴിക്കണം. ഇങ്ങനെ അത് വേവണ ഭാഗമില്ലേ, ആ വേവണ ഭാഗത്തിനുള്ള വെള്ളം നമുക്ക് മഞ്ഞൾ ചേർക്കാം. അപ്പം നമ്മൾ ഇത്തിരി മുളക് ചേർക്കുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു എരിവുണ്ടാകും. പിന്നെ ഉപ്പിപ്പോൾ ആവശ്യത്തിന് ഇടണമല്ലോ. പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇടാം. എന്തോ ഇത് കളിക്കാനുള്ളതല്ല, ഇത് കറി ഉണ്ടാക്കുന്ന സെറ്റാണ്. അപ്പം നമുക്കിത് ഇവിടെ വെക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണാം. ഇവിടെ വെക്കാം. നമുക്കിത് ഇളക്കാം. ഒന്ന് വേവണം. മൂടിയിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇവിടെ തേങ്ങൻ്റെ ഇത് നമുക്ക് ചെയ്യാണ്ട് അത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചെയ്യുന്നത് പറയുന്നു. ആ കറി ഉച്ചക്ക് തരട്ടാ. ചിക്കൻ പൊരിച്ചതും കുമ്പളങ്ങ കറി. ചമ്മന്തി ഉണ്ടാക്കണമെന്നായിരിക്കണ്ടേ, തേങ്ങ ചമ്മന്തി. അത് പൊളിച്ച് എന്താ മൂടിയാൽ നമുക്ക് വേഗമായി കിട്ടുമല്ലോ. നമുക്ക് അരപ്പാക്കാം. ഇനി അരപ്പ് വേണ്ടേ, എന്തൊക്കെ മാറ്റണം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ, പിന്നെ എന്താ ജീരകം, ഇനിയുണ്ട് മഞ്ഞൾ എടുക്കണ്ടേ. ഇതന്നെ നമുക്ക് എടുക്കണം. എൻ്റെ പച്ച ചപ്പാത്തി എന്ന് നോക്കിയാൽ ഇത് നോക്ക്. ഇന്നലെ മുതൽ തുടങ്ങിയതാ പച്ച ചപ്പാത്തി. ഇന്നലെ ആ ചപ്പാത്തിൻ്റെ അവസ്ഥ എന്തായെന്ന് എനിക്കറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ മഞ്ഞൾ ഇടണം നമുക്ക്. മഞ്ഞൾ അരക്കുമ്പോൾ വേണമല്ലോ. അങ്ങനെ അതായി നമുക്ക് അതാത് സ്ഥാനത്ത് അപ്പം തന്നെ വെച്ചാൽ നമുക്ക് പണിയില്ല. നമ്മളെ പണിയും കഴിയും. ഇന്നിവിടെ ഒരാളുണ്ടായിരുന്നു, ആരാന്നറിയില്ല. ഉപ്പാനറിയണ ആരോ ആണ് വന്നിരിക്കുന്നത്. അപ്പം അത് പോയി ചിക്കൻ കറിയും കഴിച്ചിട്ട് ഉപ്പാൻ്റെ വർത്താനം പറയുന്നുണ്ട്. ഇവിടെ ചോറായി കഴിഞ്ഞ് ഉച്ചക്കൊക്കെയുള്ളതൊന്ന് ഊറ്റിയിട്ട് എനിക്ക് ചായ കുടിക്കണം. നമുക്ക് ഞാൻ അരപ്പണ്ട എന്തെങ്കിലും കുറവുണ്ടെങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ തിരുത്താം. തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. നമുക്കിത് അരച്ചിട്ട് വരാം.
അരപ്പായിട്ടാ. നമുക്ക് പിന്നെ കറി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരപ്പൊഴിക്കാൻ നമുക്ക് ആയിട്ടുണ്ട്. ചെന്നെ വണ്ടി ഓടിച്ചേ, അതോടിക്ക്. സ്പീഡിൽ ഓടിക്കാറില്ലേ? പൊടി നമുക്കിനി ഇതായിട്ടുണ്ട്. കണ്ട ആയതുണ്ട്, ഒന്നുകൂടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇല്ല, ആയിട്ടുണ്ട്. നമുക്ക് അരപ്പൊഴിക്കണം. ഹാളി പോയി ഓടിച്ചോ. ഹാളിന്ന് ഓടി കൊടുക്കാം. വാ, നീ ഇവിടെ ഓടിച്ചോ. നൈസായിട്ട് നമ്മൾ സ്പീഡിൽ ഓടിക്കും കേട്ടോ. നല്ല അതിലുള്ള വൃത്തിയിലേക്കുള്ള ഓടിക്കാനാണ് രസം. നമുക്ക് അരപ്പൊഴിച്ചാലോ? പഴമില്ല, നമുക്ക് അരപ്പൊഴിക്കാം. ഇവിടെ നമുക്ക് ചട്ടി വെക്കണം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരണം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ കഴിക്കാണ്ട് പോരി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതൊക്കെ നീ വൃത്തിയാക്കി ഇടണം. അങ്ങനത്തെ കുറച്ച് കറിയും കൂടി ബാക്കിയുണ്ട്. അതെന്തായാലും എടുത്ത് വെക്കും. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. വെള്ളം വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. അതിവിടെ തിളച്ച് അറിയുന്നുണ്ട്. ഓഫ് ചെയ്യാൻ പോകട്ടോ. ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ വയ്ക്കാൻ നോക്കാം. വെളിച്ചെണ്ണ വയ്ച്ചിട്ടുണ്ട്. നമുക്ക് കടുകിടാം. ഇതായി പിന്നെ നോക്കാൻ പോകാം. അതൊക്കെ നമ്മൾ ചെയ്യാം. കടുക് നമ്മൾ ഇങ്ങനെ എടുക്കും. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് കുറഞ്ഞു. ഇത് പിടിക്കുക. നമുക്കതിൽ കടുക് അത് കാണിക്കാൻ. കടുക് ഒഴിച്ച് ഇതിലൊഴിച്ച് നമുക്കൊന്നും കൂടി കിട്ടും. അങ്ങനെ നമുക്ക് പച്ചക്കറി ആയിട്ടുണ്ട്. കുമ്പളങ്ങക്കറി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ചിക്കൻ കറിയും കുമ്പളങ്ങക്കറിയും വെച്ചിട്ട് ഇനി ഇത് തിളപ്പിക്കൂല കേട്ടോ. ഇനി പിഴിയും. നമുക്ക് ഉപ്പിട്ട് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇടണം. ഉപ്പ് കുറവുണ്ട്. ഉപ്പ് നമുക്കിടാം. നമുക്ക് അതേപോലെ അടച്ച് വെക്കണം. ഞാൻ ഇപ്പം നമുക്ക് പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് മതി. നമ്മളിനി
ഇന്നത്തെ പണി. ഇനി ഞങ്ങൾ ചായ കുടിക്കണം, മുറ്റടിച്ച് വരാൻ പോകട്ടെ. അപ്പാക്ക് ഫുഡ് എടുക്കാൻ പോകട്ടോ. 2 ചിക്കൻ വെക്കണോടൊപ്പം ചിക്കനൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ 2 ചിക്കൻ വെക്കുന്നുണ്ട്. പിന്നെ അതാ പച്ചക്കറി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പച്ചക്കറി അപ്പൊക്കെ 1 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കട്ടെ. മീനപ്പാക്ക് ഭക്ഷണം വെക്കാൻ പോവാണ്. ഇത് മൂടിയേക്കാം. ഇപ്പോൾ വെള്ളം ചൂടുവെള്ളം കുളിക്കുക. ചൂടുവെള്ളമാണ് പാക്ക് തിളപ്പിച്ചിട്ടുള്ളത്, അത് കാണിച്ചിട്ടില്ല. ഇത്ര ഉള്ളൊന്ന് സ്പെഷ്യൽ. ചിക്കൻ പൊരിച്ചത്, കുമ്പളങ്ങ കറി, ഇത്ര ഉള്ളു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനും എൻ്റെ മോളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് വെള്ളം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, ഞാനും എൻ്റെ മോളും. ഞങ്ങളിതാ വേറെ ഞങ്ങൾക്ക് 2 ആൾക്ക് ഫുഡ് കഴിക്കണം. 2 മണി ഞങ്ങൾ ഭക്ഷണം കഴിക്കാം, ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്.